ഹായ്! ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 പ്ലാനുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 1000, 1200 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1400 സ്ക്വയർ ഫീറ്റൊക്കെ ഏരിയ വരുന്ന 5 പ്ലാനുകൾ. കേരളത്തിൽ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് 5 സെൻറ്റ് പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാനാണിത്. 1075 സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 276 144 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 324 864 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ ലിവിംഗ് കം ഡൈനിങ് ഹാൾ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് തന്നെയാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു പ്രെയർ റൂം വരുന്നുണ്ട്. ഇവിടെയാണ് കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 336 252 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 336 396 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാനിൽ ഉള്ളത്. 20-21 ലക്ഷം രൂപയോളം ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. ഇത് രണ്ടാമത്തെ പ്ലാനാണ്. 6 സെന്റ് പ്ലോട്ടിലേക്കാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. 1185 സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഏരിയ വരുന്നത്. ഇനി പ്ലാൻ നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് വരുന്നത്. 322 342 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നു. 362 150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 610 372 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ ഈ ലിവിംഗ് ഹാള് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് തന്നെയാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 430 300 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 430 300 സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. 340 300 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. 22-23 ലക്ഷം രൂപയോളം ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. ഇത് അടുത്ത പ്ലാനാണ്. 5 സെന്റ് പ്ലോട്ടിലേക്കാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. 1280 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. 3 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 330 150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 330 342 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. അടുത്തത് ഡൈനിങ് ഏരിയ ആണ്. 330 422 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ തന്നെയാണ് നമുക്കിവിടെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂമും കാണാവുന്നതാണ്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. 330 260 സെന്റിമീറ്റർ എന്ന അളവിലാണ് കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330 330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330 330 സെന്റിമീറ്റർ എന്ന അളവിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 330 352 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. 24-25 ലക്ഷം രൂപയോളം ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. ഇത് അടുത്ത പ്ലാനാണ്. 918 സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാൻ വരുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് താഴെയാണ് വരുന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ ആണ്. നമുക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട്. അതിന് എക്സ്ട്രാ ഒരു 80 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 250 194 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 410 260 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. 330 310 സെന്റിമീറ്റർ എന്ന അളവിൽ. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്.
ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 410-260 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ ലാൻഡിങ്ങിന് താഴെയായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-310 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട്. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. 17-18 ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കുന്നത്. ഇത് അഞ്ചാമത്തെ പ്ലാൻ ആണ്. 1400 സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഏരിയ വരുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ കൊടുത്തിട്ടുള്ളത്. 6 സെന്റ് പ്ലോട്ടിലേക്കാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 382-150 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 360-330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ലിവിംഗ് ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. 360-648 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട്. 360-280 സെന്റിമീറ്റർ എന്ന അളവിലാണ് കിച്ചൺ. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. 3 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-352 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഇത് ഈ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. 330-318 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 27-28 ലക്ഷം രൂപയോളം ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. വീടിന്റെ പ്ലാനുകളും ഡിസൈനുകളും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.